ദുബായിൽ നിന്ന് ഒരു 4-4.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വൈൽഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഐലൻഡിലേക്ക് പോവാണ് കേട്ടോ. ഇതങ്ങനെ ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റിയൊരു സ്പോട്ട് അല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോണത് ഹോളിഡേ പാണ്ട എന്ന ട്രാവൽസ് കമ്പനിയാണ്. ഇത് രഞ്ജിത്തേട്ടനാണ്. ഈ സർബനിയസ് ഐലൻഡിലേക്ക് വരാനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് രഞ്ജിത്തേട്ടനാണ്. ഹോളിഡേ പാണ്ട ട്രാവൽസ് കമ്പനിയുടെ ഓണറാണ് അദ്ദേഹം. ഇതാണ് സ്പീഡ് ബോർഡ് ഓടിക്കുന്ന ചേട്ടൻ. മാറങ്ങട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഓടിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങള് കുറേ മണിക്കൂർ ബൈ റോഡും പിന്നെ അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ ഈ ബോട്ടിലും ട്രാവൽ ചെയ്തിട്ട് നമ്മളുടെ സർബനിയാസ് ഐലൻഡിൽ എത്തിയിട്ടോ. ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ആളെ കണ്ടോ? പുള്ളിയുടെ പേര് മുഹസിൻ എന്നാണ്. പുള്ളിയാണ് ഞങ്ങൾ ഇന്നത്തെ ടൂർ ഗൈഡ്. ഈ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. കണ്ടോ, ഫുൾ ഓപ്പൺ ആണ്. അപ്പം പുറത്തുള്ള കാഴ്ചകൾ നന്നായിട്ട് കാണാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കണ പോലെ ഒരുപാട് മാനുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നത് കാണാനായിട്ട്. പിന്നെ ഈ യാത്രയിൽ പതുക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഓരോ മൃഗങ്ങളെ കാണാൻ പറ്റും. പലതരം പക്ഷികളും മയിലും. അങ്ങനെ നമ്മളുടെ കണ്ണിന് ഭയങ്കര പ്ലീസിംഗ് ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു ഇവിടെ മൊത്തത്തിലുണ്ടായിരുന്നത്. നമ്മൾ UAE പോലൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു സ്ഥലം ഒരിക്കലും പ്രതീക്ഷിക്കില്ല കേട്ടോ. നമ്മളുടെ മനസ്സിൽ ദുബായ് എന്നൊക്കെ പറയുമ്പോൾ ആ വലിയ സിറ്റിയും കുറേ മരുഭൂമിയും കണ്ണത്താ ദൂരത്തെ കടലൊക്കെയല്ലേ ഓർമ്മ വരിക. അവിടെ വരുമ്പോൾ ഇങ്ങനെയൊരു കാഴ്ച എനിക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു ശരിക്കും. ഈ ഒരാളാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. ബുർജ് ഖലീഫയൊക്കെ നിൽക്കണ പോലെ അങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുകയാണ് ആള്. ഏറ്റവും കോമഡി എന്താന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോൾ ഇത് ഓടിപ്പോയിട്ട് മരത്തിന്റെ ബാക്കിലൊക്കെ ഒളിഞ്ഞിരിക്കും. പക്ഷെ ഇതുപോലെ തല എപ്പോഴും പുറത്തായിരിക്കും. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ജിറാഫുകളെയാണ് കേട്ടോ. നമുക്ക് മൃഗങ്ങളെ കാണുമ്പോൾ തന്നെ ഇവരിങ്ങനെ റോം ചെയ്ത് നടക്കല് ഭയങ്കര ഫ്രീ ആയിട്ട് അവരിങ്ങനെ പോവാണ്. നമ്മൾ വണ്ടിയിലിരുന്ന് ഇവരിങ്ങനെ കണ്ട് യാത്ര ചെയ്യണം. അതിനൊരു വേറെ സുഖമാണ് കേട്ടോ. സാധാരണ ഈ സൂവിലൊക്കെ പോകുമ്പം എല്ലാ മൃഗങ്ങളും കൂട്ടിലോ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ മാത്രമല്ലേ ഉണ്ടാവുക. നമ്മളിങ്ങനെ നടന്ന് കാണും. പക്ഷെ ഇവിടെ നേരെ തിരിച്ച് നമ്മളൊരു കൂട്ടിലുള്ള പോലെയാണ്. ഈ മൃഗങ്ങളൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ ജിറാഫൊക്കെ ചിലപ്പോൾ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അത് ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ മൃഗങ്ങൾ ഇത്ര അടുത്ത് ഭയങ്കര ഫ്രീ ആയിട്ട് അവർ നടക്കുന്നത് കാണാൻ പറ്റുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അത് നേരിട്ട് അനുഭവിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ആ മൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇവിടെ തന്നെയുള്ള കയാക്കിംഗ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനൊരു എക്സ്ട്രാ ഡ്രസ്സൊന്നും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അധിക ദൂരം കയാക്കിംഗ് ചെയ്ത് പോകാൻ പറ്റിയില്ല. കാരണം നമ്മൾ നനയും. എനിക്കത് അറിയണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് ദൂരം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് സ്പീഡ് ബോട്ടിലാണെങ്കിൽ തിരിച്ച് ഈ ജങ്കാറിലാണ് കേട്ടോ. രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്. ഇത് ഞങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ സ്പേസിലാണ് ഫുൾ ട്രാവൽ ചെയ്തത്. അങ്ങനെ ദുബായിൽ വന്നിട്ട് ഞങ്ങളുടെ ഏറ്റവും അടിപൊളി ട്രാവൽ എക്സ്പീരിയൻസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.